വളരെ ഹൃദ്യമായ ഈ ചടങ്ങിൻ്റെ അഭിവന്ദ്യനായ അധ്യക്ഷൻ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രസിഡന്റ് PN അബ്ദുൽ ലത്തീഫ് മദനി അവർകളെ, ഇവിടെ സ്വാഗതം പറഞ്ഞ വിസ്ഡം എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ സെക്രട്ടറി MK ഇർഫാൻ സ്വലാഹി, വേദിയിലുള്ള എൻ്റെ ബഹുമാന്യ സ്നേഹിതൻ ദാറുൽ ഖുർആൻ ആലത്തിയൂരിൻ്റെ ഡയറക്ടർ കൂടിയായ മുഹമ്മദ് അമീൻ, അതുപോലെ തന്നെ മറ്റൊരു സുഹൃത്ത് വിസ്ഡം യൂത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ PP നസീഫ്, വിസ്ഡം സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ്റെ സെക്രട്ടറി മുഹമ്മദ് ബിൻ അലവി, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അബ്ദുൽ ലത്തീഫ് സുല്ലമി മാറഞ്ചേരി, നസീർ ബാലുശ്ശേരി, പ്രിയങ്കരനായ പൂർവ്വകാല സ്നേഹിതൻ PO ഉമറുൽ ഫാറൂഖ്, വിസ്ഡം എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ ട്രഷറർ, അതുപോലെ വേദിയിൽ സന്നിഹിതരായ മറ്റ് പണ്ഡിതന്മാരെ, വിസ്ഡം ഇസ്ലാമിക് മൂവ്മെൻറ്റിൻ്റെ മറ്റ് സാരഥികളെ, ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൻ്റെയും അധ്യാപകരുടെയും പ്രതിനിധികളെ, അതുപോലെ തന്നെ ഏറെ പ്രാധാന്യം ഇന്നത്തെ ഈ ചടങ്ങിൽ ബോർഡ് നടത്തുന്ന മദ്രസകളിൽ നിന്ന് 5ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലുമുള്ള പരീക്ഷകളിൽ, മദ്രസ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പ്രതിഭകളായ നമ്മുടെ കുട്ടികൾ, അവരാണ് ഈ ചടങ്ങിലെ വിശിഷ്ടാതിഥികൾ. കാരണം അവരെ അനുമോദിക്കാനാണ് നമ്മളിവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. ഇതൊരു അനുമോദനങ്ങളുടെ കാലമാണ്. അപ്പം ഞങ്ങൾക്ക് ദിവസവുമുള്ള പരിപാടികളിൽ ഒരു 3-4 പരിപാടിയെങ്കിലും SSLC +2, അതുപോലെ തന്നെ സ്കൂളുകളിൽ നടക്കുന്ന സ്കോളർഷിപ്പ് പരീക്ഷകൾ, LSS, USS, NMMS, അതിലൊക്കെ നല്ല മാർക്ക് വാങ്ങിയ ഫുൾ A+കാരെയും 1200-ൽ 1200 മാർക്ക് വാങ്ങിയ +2-വിൽ അപൂർവ പ്രതിഭകളെയും ഒക്കെ ആദരിക്കുന്ന പ്രോഗ്രാമുകളാണ് ഇപ്പോൾ മന്ത്രി എന്ന നിലയിൽ ചുമതലയേറ്റതിൽ പിന്നെയും ഇനി കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ ഒരു ജനപ്രതിനിധിയായി പ്രവർത്തിക്കുമ്പോഴും ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഉണ്ടാവുക. പഞ്ചായത്തിൻ്റെ ആദരവുണ്ടാവും കുട്ടികൾക്ക്, MLAമാരുടെ പ്രോഗ്രാം ഉണ്ടാവും. ഇതൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്ത പരിപാടികൾ. ഇവിടെയും ആദരവ് തന്നെയാണ്, കുട്ടികൾക്കുമാണ്. പക്ഷേ അത് മദ്രസ വിദ്യാഭ്യാസത്തിലെ മേന്മ പ്രകടിപ്പിച്ചതിനാണ്, പരീക്ഷകളിൽ നല്ല നേട്ടം കൈവരിച്ചതിനാണ്. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ ഏറ്റവും സവിശേഷമായ ഒരു കാര്യം നമ്മുടെ മദ്രസ വിദ്യാഭ്യാസമാണ്. മദ്രസ വിദ്യാഭ്യാസം ഇത്ര വ്യവസ്ഥാപിതമായി നടക്കുന്ന, മുസ്ലിം സമൂഹത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം, വ്യത്യസ്ത സംഘടനകളുണ്ടാകാം, പക്ഷേ മദ്രസ വിദ്യാഭ്യാസം ഇത്ര വ്യവസ്ഥാപിതമായി നടക്കുന്നൊരു സമൂഹം ഒരു പക്ഷേ ലോകത്ത് തന്നെ, ഇന്ത്യയിലെന്നല്ല, ഇൻ ദ വേൾഡ്, ലോകത്തിൽ ഒരുപാട് അറബ് രാഷ്ട്രങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും എനിക്ക് തോന്നുന്നു കേരളത്തെ പോലെ ഇത്ര വ്യവസ്ഥാപിതമായി മദ്രസ സംവിധാനങ്ങൾ കൊണ്ടുപോകുന്ന ഒരു ജനസമൂഹം വേറെ ഉണ്ടാവുകയില്ല. അപ്പോൾ തന്നെ ഇവിടെ എത്ര വ്യവസ്ഥാപിതമായിട്ടാണ് ഈ ബോർഡിൻ്റെ കീഴിലുള്ള മദ്രസകളിൽ പരീക്ഷകൾ നടക്കുന്നത്, അതിൽ ഫുൾ A+കൾ തീരുമാനിക്കുന്നത്, ഈ കാലഘട്ടത്തിൻ്റെ ടെക്നോളജിയൊക്കെ ഉപയോഗപ്പെടുത്തി ഡിജിറ്റലൈസ് ചെയ്ത് ഒക്കെ ആയിരിക്കാം അതൊക്കെ കണ്ടെത്തുന്നത്. അപ്പോൾ അത്ര അഡ്വാൻസ്ഡ് ആയിട്ട് ഇത് ദൈവത്തിൻ്റെ മാർഗത്തിൽ വരുന്ന ഒരു പ്രവൃത്തി തന്നെയാണ്. നമ്മളെ കുട്ടികൾക്ക്
ഇസ്ലാമികമായ പരിജ്ഞാനമുണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം വിശ്വാസപരമായി ഈ ലോകത്ത് നമ്മൾ നന്നായി ജീവിക്കണം. നാളെ ഒരു ലോകമുണ്ട്, അവിടെ നമുക്ക് വിജയിക്കണമെങ്കിൽ അതിനുള്ള അമലുകൾ ഇവിടെ നിന്ന് സമ്പാദിക്കണം. ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായ അടിത്തറയാണ്. എന്നാൽ അതോടൊപ്പം ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ നല്ല ഭൗതിക വിദ്യാഭ്യാസം ഉണ്ടാവണം. അതിന് ഇവിടെ നിർണയിക്കപ്പെട്ടിട്ടുള്ള ഡിഗ്രികൾ ഉണ്ടാവണം. അത്തരം ഡിഗ്രികൾ സമ്പാദിച്ച് ആ രംഗത്ത് നമ്മൾ നല്ല വൈദഗ്ധ്യമുള്ളവരായി തീരുമ്പോഴാണ് ഇവിടെ നമുക്കൊരു ജോലിയും, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ജോലിക്ക് മാത്രമല്ല, മുമ്പൊക്കെ നമ്മൾ വലിയ ബിരുദങ്ങൾ നേടി ജോലി സമ്പാദിക്കുക എന്നുള്ളതാണ്. ഇന്ന് അതിനേക്കാൾ സ്വന്തം നിലക്ക് നടത്തുന്ന എൻ്റർപ്രണർഷിപ്പുകൾക്ക്, വ്യവസായ സംരംഭങ്ങൾക്ക്, ബിസിനസ് സംരംഭങ്ങൾക്ക്, അതിനൊക്കെ ഉണ്ടാകുന്ന വലിയ വിജയങ്ങൾ, അതിന് നല്ല അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം വേണം. ആ വിദ്യാഭ്യാസത്തിലെ പരിചയമാണ് അത്തരം മേഖലകളിൽ വലിയ വ്യവസായം, വലിയ ബിസിനസ്സുകാരനാകാനൊക്കെ ആളുകളെ സഹായിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു ലോകക്രമത്തിൽ ഈ ലോകത്ത് ജീവിക്കാൻ അതൊക്കെ ആവശ്യമാണ്. അതോടൊപ്പം വിശ്വാസപരമായി നാളെ ഇഹപരവിജയം, നാളത്തെ ലോകത്ത് നമ്മൾ വിജയികളാകണമെങ്കിൽ ഇന്നത്തെ ലോകത്ത് അനുഷ്ഠിക്കേണ്ട സമ്പ്രദായങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്. വിശ്വാസത്തിൻ്റെ യഥാർത്ഥമായ പൊരുൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇതൊക്കെയാണ് മദ്രസകളിലൂടെ പഠിപ്പിക്കുന്നത്. ഖുർആൻ ഓതാനും തിരുസുന്നത്തിനെക്കുറിച്ചും നബിചര്യകളും ഒക്കെയാണ് കുരുന്നു പ്രായത്തിലെ കുട്ടികളിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആ ബോധം മലയാളിക്ക് വളരെ പഴക്കം മുതലേ ഉണ്ട്. പ്രവാചകൻ്റെ കാലത്ത് ഇസ്ലാമിക ദഅവത്ത് കിട്ടാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ് നമ്മുടെ പൂർവികന്മാർ. പ്രവാചകൻ്റെ അനുചരന്മാർ തന്നെ ഇസ്ലാമിക സന്ദേശവുമായി നമ്മുടെ നാട്ടിലെത്തി. അവർക്ക് അവരുടെ ജീവിത വിശുദ്ധി കണ്ട് ഇവിടുത്തെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. അവരുടെ സഹോദരിമാരെയും പെൺമക്കളെയും കല്യാണം കഴിച്ചു കൊടുത്തു. അങ്ങനെ ഉണ്ടായ തലമുറകളാണ് കേരളത്തിലെ ഇസ്ലാമിക സമൂഹം. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ രാജഭരണങ്ങളുടെ വരവും അതുവഴിയൊക്കെയാണ് ഇസ്ലാം വന്നിട്ടുള്ളത്. എന്നാൽ നമ്മൾ പ്രവാചകൻ്റെ കാലത്ത് പ്രവാചകൻ്റെ അനുചരന്മാരിൽ നിന്ന് തന്നെ നേരിട്ട് ഇസ്ലാമിക ആശയം കൊണ്ടവരാണ്, സ്വീകരിച്ചവരാണ്. അപ്പോൾ ആ മാറ്റമുണ്ട്. അപ്പോൾ അന്ന് തൊട്ട് തന്നെ മലയാളി മുസ്ലിങ്ങൾക്കിടയിൽ മതപ്രബോധനമുണ്ട്, മതവിദ്യാഭ്യാസമുണ്ട്. ഇന്ന് കാണുന്നത് പോലെ വ്യവസ്ഥാപിതമായ മദ്രസയും കേന്ദ്രീകൃത പരീക്ഷയും ഒന്നും ഒരുപക്ഷെ ഇല്ലാതിരിക്കാം. പക്ഷേ എപ്പോഴും നമ്മളുടെ ചരിത്രത്തിൽ ഓത്തുപള്ളികൾക്ക് വലിയൊരു സ്ഥാനമുണ്ട്. അന്ന് ഇന്നത്തെ പോലെ വ്യവസ്ഥാപിതമായ കെട്ടിടങ്ങളും മദ്രസകളൊന്നുമില്ല. പക്ഷേ ചെറിയ ചെറിയ ഓത്തുപള്ളിക്കൂടങ്ങൾ, പിന്നീട് അത് സ്കൂളുകൾക്ക് പോലും അങ്ങനെ പറയപ്പെട്ടിരുന്ന ഒരു കാലം മലബാറിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഓത്തുപള്ളിയിൽ നടന്നിരുന്നത് ഖുർആൻ പാരായണവും അടിസ്ഥാനപരമായ അത്യാവശ്യം ഇസ്ലാമിക കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒന്നോ രണ്ടോ മൊല്ലാക്കമാർ, മൗലവിമാർ പറഞ്ഞു കൊടുത്തിരുന്ന ഒരു ഗുരുകുല സമ്പ്രദായം പോലുള്ള ഒരു സംവിധാനമാണ് വളരെ കാലം മുമ്പ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ ഉണ്ടായിരുന്നത്. അതൊരു നൊസ്റ്റാൾജിയായി നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഒരു വളരെ പ്രസിദ്ധമായൊരു പാട്ട് തന്നെ ഉണ്ട്. ഓത്തുപള്ളിയിൽ അന്ന് നമ്മൾ പോയിരുന്ന കാലം, ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കുകയാണ് നീലമേഘം, കോന്തലക്കൽ നീ എനിക്കായി കെട്ടിയ നെല്ലിക്ക,
കണ്ടു ചൂരൽ വീശിയില്ലേ നമ്മുടെ മുല്ലാക്ക. അപ്പോൾ ഒരു ബാല്യകാലത്തെ ഒരു ഓർമ്മ അയവിറക്കുന്നൊരു പാട്ടാണ്. ഓത്തുപള്ളിയിൽ അന്നല്ല, അപ്പോൾ ആ കാലഘട്ടത്തിൽ എല്ലാവരും ഓത്തുപള്ളിയിൽ പോവും. അവിടെ ഉണ്ടായ ചില അനുഭവങ്ങളെക്കുറിച്ചുള്ള ഒരു സ്മരണയായിട്ടാണ് പിന്നീട് ഈ പാട്ട് വളരെ പ്രചാരം നേടിയ വളരെ പ്രസിദ്ധമായൊരു പാട്ടാണ്. അപ്പോൾ മലയാളി മുസ്ലിം സമൂഹത്തിനിടയിൽ ഓത്തുപള്ളികൾക്ക് പിന്നീടത് മദ്രസകൾക്ക് വഴിമാറി ഇന്നത് ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ച് നിങ്ങളെപ്പോലെ സംവിധാനിച്ചിട്ടുള്ള മദ്രസയും കേന്ദ്രീകൃത പരീക്ഷയും മൂല്യനിർണ്ണയവും A+കാരെ കണ്ടെത്തലും ഒക്കെ നടക്കുന്നു എന്നുള്ളത് ഈ രംഗത്ത് വന്ന വലിയ മാറ്റമാണ്. അതിന് ഞാൻ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്. കാരണം കാലോചിതമായി ഇതെല്ലാം പരിഷ്കരിക്കാൻ സാധിക്കുന്നു. ഞാനിവിടെ ദീർഘമായൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല, പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു അടിസ്ഥാനത്തെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ധാർമ്മിക അടിത്തറ ശക്തിപ്പെടുത്താനാണ്, വിശ്വാസപരമായ ഘടകങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താനാണ്. നിരവധി പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളുമുള്ള ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസം ശക്തമാകണമെങ്കിൽ കാലോചിതമായി നമ്മുടെ സിലബസുകളൊക്കെ ആ നിലക്കും പരിഷ്കരിക്കണം. സമകാലിക സമസ്യകളോട് സംവദിക്കാൻ ഈ പുതിയ മദ്രസ സിലബസുകൾക്ക് സാധിക്കണം. ഇന്ന് പുതിയ കുറേ പ്രശ്നങ്ങളുണ്ട് അല്ലേ? ഇൻ്റർനെറ്റിൻ്റെയും ഡിജിറ്റലൈസേഷൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ലോകത്തുള്ള കുട്ടികളോടാണ് നമ്മൾ ദീനീ ദഅവത്ത് നടത്തുന്നത്. അപ്പോൾ അവർക്ക് അതിനനുസൃതമായ രീതിയിൽ ഈ പ്രബോധനം നടത്താൻ, പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ, അതുപോലെ തന്നെ സുന്നത്ത് പറഞ്ഞു കൊടുക്കാൻ, നബിചര്യകൾ ഓർമ്മപ്പെടുത്താനൊക്കെ സാധിക്കണം. അങ്ങനെ നല്ല ധാർമ്മികതയിൽ നമ്മുടെ കുട്ടികളെ വളർത്താൻ കഴിയണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പരീക്ഷയിലാണ്, ഇസ്ലാമിക വിജ്ഞാനത്തിലാണ് സ്കോളർമാരായി ഫുൾ A+ കിട്ടി ഈ കുരുന്നുകൾ, ഈ മക്കൾ കടന്നു വന്നിട്ടുള്ളത് ഈ രംഗത്ത്. അപ്പോൾ അത് മറ്റു പഠനത്തിനും അത് ഉപകരിക്കും. ഒരുപക്ഷെ ഇസ്ലാമിക പഠനത്തിന് നിങ്ങളുടെ ഭൗതിക പഠന മേഖലയിൽ പോകുമ്പോൾ ഇതിൽ ഇനിയും കൂടുതൽ മദ്രസകൾ കഴിഞ്ഞിട്ട് ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പോകാൻ കഴിഞ്ഞില്ല എന്ന് വരാം. കാരണം 5ാം ക്ലാസ് കഴിഞ്ഞു, 8ാം ക്ലാസ് കഴിഞ്ഞു, പിന്നെ മദ്രസയിൽ അങ്ങനെ ഒരു വഴി ഉണ്ടായിക്കൊള്ളുന്നില്ല. നിങ്ങൾക്കാണെങ്കിൽ സ്കൂളിൽ 8ാം ക്ലാസ്സും 10ാം ക്ലാസ്സും കഴിഞ്ഞ് പിന്നെ +2 അങ്ങനെ പ്രൊഫഷണൽ കോഴ്സുകളോ മറ്റു മാർഗങ്ങളിൽ പോകേണ്ടി വരും. അപ്പോൾ പാരലലായിട്ട് രണ്ടും ഒരുപക്ഷെ കൊണ്ടുപോകാൻ കഴിയില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് നിങ്ങളിപ്പോൾ പഠിച്ച മദ്രസയിലെ അടിസ്ഥാനപരമായ ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ മുകളിലേക്ക് പോകാൻ പല സംവിധാനങ്ങളുമുണ്ട്. വിജ്ഞാനം നമുക്ക് മുമ്പിൽ ഒരു സമുദ്രം പോലെ കിടക്കുകയാണ്. അത് ഏത് തരത്തിലുള്ള വിജ്ഞാനവും ആവശ്യത്തിന് നുകരാൻ ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗത്തിൽ നമുക്ക് സാധിക്കും. അപ്പോൾ ആ രംഗത്തുള്ള ഗവേഷണങ്ങൾ ഉണ്ടാവണം നിങ്ങളുടെ ഭാഗത്തുനിന്ന്. അതിൽ കൂടുതലായി പഠിക്കാൻ കഴിയണം. നിങ്ങളൊക്കെ അതിനൊക്കെ പ്രാപ്തിയുള്ള കുട്ടികളാണെന്നാണ് നിങ്ങളുടെ ഈ ഫുൾ A+ തെളിയിക്കുന്നത്. സ്കൂൾ വിദ്യാഭ്യാസത്തിലും നിങ്ങൾ നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കണം. പഠിക്കാനുള്ള കഴിവ് ഈ മേഖലയിലുണ്ടെങ്കിൽ ആ മേഖലയിലുണ്ടാവും. അത് നിങ്ങളുടെ IQവിൻ്റെ ഒരു പ്രതിഫലനമാണ്. അപ്പോൾ അത് ഭൗതിക വിദ്യാഭ്യാസത്തിലും ആ നല്ല പ്രകടനം, പെർഫോമൻസ് നിങ്ങൾ കാണിക്കണം. ഏതായിരുന്നാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നല്ല മാർക്ക് വാങ്ങി മദ്രസ പഠനത്തിൽ ഏറെ ശ്രേഷ്ഠമായ വിജയം കൈവരിച്ച നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. ഈ ഒരു നിലവാരം പഠനരംഗമാണ്, ഏത് മേഖലയായാലും പഠനരംഗത്ത് നിങ്ങൾക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ഈ ഒരു നിലവാരം ഭാവിയിലും വെച്ച് പുലർത്താൻ, അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട വിജയം ഇനിയുള്ള പരീക്ഷകളിൽ നേടാനും നിങ്ങൾക്ക് സാധിക്കണം. ധാർമ്മിക വിദ്യാഭ്യാസത്തിന് വളരെ പ്രസക്തി കൂടിയൊരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പോൾ കേരളത്തിൽ പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി ഏതാ? ഓപ്പറേഷൻ തൂഫാൻ. എന്തിനാണത്? അത്രയേറെ മയക്കുമരുന്ന്, രാസലഹരി കേരളീയ സമൂഹത്തിൽ പിടിമുറുക്കിയിട്ടുണ്ട്. അപ്പോൾ ആ കണ്ണികളെ പൊട്ടിക്കാനാണ് ഈ ശ്രമം. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളുകളിൽ പോലും, കോളേജുകളെ സംബന്ധിച്ച് ആദ്യം തന്നെ അത്തരത്തിലുള്ള ആക്ഷേപങ്ങളുണ്ട്. മുതിർന്ന കുട്ടികളാണ്, സാധ്യതയും ഏറെയാണ്.
പക്ഷേ സ്കൂളുകൾ അങ്ങനെ മയക്കുമരുന്നിൻ്റെ വിഷയങ്ങളൊന്നും കുറേ കാലത്തേക്ക് കേട്ടിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സ്കൂളുകളിൽ പോലും മയക്കുമരുന്ന് ലോബി നമ്മുടെ കുട്ടികളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഇസ്ലാമിക അധ്യാപനം ലഭിച്ചൊരു കുട്ടിക്ക് മറ്റൊന്നും ചിന്തിക്കാനല്ല, വേറൊരു വഴിയിലേക്കും അവർ പോകാൻ പറ്റില്ല. അത്ര നല്ല അടിത്തറ നിങ്ങൾക്കുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള അടിത്തറ ഉണ്ടായിട്ടും ചില അപവാദങ്ങൾ ഈ കാര്യത്തിലുണ്ട്. അപ്പം നമ്മൾ കുറേ കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് അത് തെളിയിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു കാലം, കുട്ടികളിൽ പോലും മയക്കുമരുന്നിൻ്റെ പ്രതിസന്ധികൾ, രാസലഹരിയുടെ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന ഒരു കാലം. അപ്പോൾ അവിടെയാണ് ഈ വിശ്വാസപരമായ വിജ്ഞാനത്തിൻ്റെ പ്രസക്തി. എന്താ അത്? സിറിഞ്ചിൽ എന്തെങ്കിലും മാരകമായ മയക്കുമരുന്ന് അടിച്ച് നമ്മുടെ ശരീരത്തിൽ കയറ്റി 4-5 കൊല്ലം കൊണ്ട് ഭീതിയിലും ആദിയിലും ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളാകേണ്ടവരല്ല നമ്മൾ. അല്ലെങ്കിൽ ഇങ്ങനെ മയക്കുമരുന്നിന് അടിമപ്പെട്ട് സ്വാഭാവികമായും സംഭവിക്കുന്ന ഇൻറ്റേർണൽ ഓർഗൻസൊക്കെ തകർന്നു പോയി രോഗിയായി മരണപ്പെട്ടു പോവേണ്ടവരുമല്ല നമ്മൾ. ദൈവം അള്ളാഹു അനുഗ്രഹിച്ച് നൽകിയ ഈ ജന്മം നമ്മൾ നന്നായി ജീവിക്കണം, അനുസരണയോടെ ജീവിക്കണം. അങ്ങനെ ജീവിച്ച് ഈ ലോകത്തും നാളെ പരലോകത്തും നമ്മൾ വിജയികളായിത്തീരണം. നിങ്ങളൊക്കെ നല്ല പ്രതിഭകളാണ്, നല്ല തിളക്കമുള്ള നക്ഷത്രങ്ങളാണ്. പക്ഷേ നിങ്ങളൊന്നും കരിക്കട്ടകളായി പോകാൻ പാടില്ല, കെട്ട നക്ഷത്രങ്ങളാവാൻ പാടില്ല. നല്ല പഠിക്കാനുള്ള ശേഷിയും കഴിവും പഠിച്ചിടത്തോളം നല്ല പ്രകടനവും ഒക്കെ നടത്തിയിട്ട് ഇത്തരം ദൂഷിത വലയങ്ങളിൽപ്പെട്ട് നശിച്ചു പോയ ജന്മങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊക്കെ ഒരുപാട് അറിയാം. SSLCക്ക് ഫുൾ A+, +2 ഫുൾ A+. പക്ഷേ കുട്ടി ഇപ്പോൾ ഡി അഡിക്ഷൻ സെൻറ്ററിലാണ്. അതായത് ഇങ്ങനെ മയക്കുമരുന്നിൻ്റെ രാസലഹരിയുടെ പിടിയിൽപ്പെട്ട് അതിൽ നിന്ന് അവനെ തിരിച്ചു കൊണ്ടുവരാനുള്ള കേന്ദ്രങ്ങളെയാണ് വിമുക്തി, ഡി അഡിക്ഷൻ സെൻറ്ററുകൾ. അപ്പോൾ അങ്ങനെയൊക്കെ പെട്ടുപോകുന്ന കുട്ടികളുണ്ട്. അപ്പോൾ നമ്മൾ ഈ മദ്രസാ വിദ്യാഭ്യാസമൊക്കെ അത്ര അടിസ്ഥാനപരമായി കിട്ടുന്ന കുട്ടി ഒരു കാരണവശാലും പെടാൻ പാടില്ല. കാരണം അതിൽ ഏറ്റവും അടിസ്ഥാനം ഈ പഠനമാണ്. സദാചാരത്തെക്കുറിച്ച്, ധാർമ്മികതയെക്കുറിച്ച്, പെരുമാറ്റങ്ങളെക്കുറിച്ച് ഒക്കെയാണ് പഠിപ്പിക്കുന്നത്. ഏതായിരുന്നാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വിസ്ഡം ഇസ്ലാമിക് മൂവ്മെൻറ്റ് വളരെ വലിയ നവോത്ഥാന പ്രവർത്തനങ്ങളാണ്. ഏറ്റവും നല്ല ശാസ്ത്ര സാങ്കേതിക അവസരങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ദാവത്താണ് നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായ മദ്രസാ സംവിധാനവും അങ്ങനെ ഏറെ ആധുനികമായ എല്ലാ ടെക്നോളജിയും ഉപയോഗപ്പെടുത്തി ഈ കാലഘട്ടത്തിനനുസൃതമായി ഇസ്ലാമിക ദാവത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഇവിടെ ഫുൾ A+ കിട്ടി ഈ അവാർഡിന് അർഹരായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥിനികളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അവരെ എല്ലാ അർത്ഥത്തിലും അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.